തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകാം. അവിടെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ സർക്കാർ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ അധ്യക്ഷനായ 4-അംഗ സമിതിയാണ് ഈ ആരോപണങ്ങൾ, വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കുക. അമൽ തേനമ്പറമ്പിൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഈ 4-അംഗ സമിതി അന്വേഷിക്കും എന്നുള്ളതിനെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് സന്തോഷമുണ്ട്. അദ്ദേഹം എന്താണോ ആഗ്രഹിച്ചത്, ഈ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യണം, സാധാരണക്കാരായ രോഗികളോട് നോ പറയേണ്ട വരുന്ന ഗതികേടിലേക്ക് എത്തരുത്, അതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. സർക്കാർ ഇടപെടുന്നു, കാര്യക്ഷമമായി ഇടപെടുന്നു എന്നൊരു പ്രതീക്ഷ ഇന്നൊക്കെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കിൽ നമ്മൾ കാണുന്നുണ്ട്. അതിനപ്പുറം പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ് ഒക്കെ എങ്ങനെയാണ് ഈ വിഷയത്തെ ഏറ്റെടുക്കുന്നത്? ആര്യ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലുകൾ പരിശോധിക്കാനായി ഒരു സമിതിയെ നിയോഗിച്ചിരിക്കുന്നു. 4-അംഗ സമിതിയാണ്. സമിതിയിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളുണ്ട്, അതോടൊപ്പം തന്നെ അവിടുത്തെ നെഫ്രോളജി വിഭാഗം മേധാവിയുണ്ട്, കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടുണ്ട്, അവിടുത്തെ യൂറോളജി വിഭാഗം മേധാവിയുണ്ട്. അങ്ങനെ 4 പേരടങ്ങുന്ന സമിതിയാണ് ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകളെല്ലാം പരിശോധിക്കുക. അതിനുശേഷം ഇതിലെ വസ്തുത എന്ത് എന്ന് കണ്ടെത്തേണ്ടി വരും. എന്തായാലും നിലവിൽ ഈ പറയുന്ന DME മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഒരു റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ആ പറയുന്ന റിപ്പോർട്ടിൽ ഉള്ളത് ഈ പറയുന്ന ഹാരിസിന്റെ വെളിപ്പെടുത്തലുകളിൽ പറയുന്നത് പൂർണ്ണമായും ശരിയല്ല എന്നുള്ള കാര്യമാണ്. 4 ശസ്ത്രക്രിയകൾ മുടങ്ങി എന്നുള്ള കാര്യമാണ് ഹാരിസ് വെളിപ്പെടുത്തിയത് എങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല, അത് അടിസ്ഥാനരഹിതമാണ്. ഒരു ശസ്ത്രക്രിയ, അതും ഒരു കാര്യമായ പ്രശ്നങ്ങളില്ലാത്ത ഒരു രോഗിയുടെ ശസ്ത്രക്രിയ മാത്രമാണ് ഉപകരണത്തിന്റെ ഒരു ഭാഗം കേടായത് മൂലം മാറ്റിവെക്കേണ്ടി വന്നത് എന്നുള്ള റിപ്പോർട്ടാണ് DME ഇപ്പോൾ ആരോഗ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിലെ വസ്തുതയടക്കം ഈ പുതിയ സമിതി വീണ്ടും പരിശോധിക്കും. എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ വിശദമായി തന്നെയുള്ള പരിശോധന ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഭാഗത്ത് ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രഥമദൃഷ്ട്യാ തന്നെ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. ഒരു ഡോക്ടർക്ക് ഇങ്ങനെ വെളിപ്പെടുത്താൻ, പരസ്യമായി വന്ന കാര്യങ്ങളൊക്കെ പറയാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ അവരുടെ സർവീസ് ചട്ടത്തിൽ അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ച ചെയ്യുന്നുണ്ട് ഹാരിസ് ചിറക്കൽ. രാഷ്ട്രീയ വിഷയങ്ങളിലടക്കം സർക്കാർ ഉദ്യോഗസ്ഥർ അഭിപ്രായം പറയാൻ പാടില്ല എന്ന ചട്ടമൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആ ചട്ടത്തിനൊക്കെ അപ്പുറത്തേക്ക് നീതി ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ചട്ടമൊക്കെ ചട്ടമായി നിൽക്കുമ്പോൾ ഹാരിസ് ചിറക്കലിനോട് ഈ വിഷയമൊക്കെ സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നത്, ഞാൻ ചട്ടം പാലിച്ച് മുന്നോട്ട് പോകാനാണ് നിൽക്കുന്നതെങ്കിൽ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ പരിതാപകരമായിരിക്കും. അതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ ഈ പറയുന്ന ചട്ടലംഘനമാണ് എന്ന് അറിഞ്ഞിട്ട് കൂടി താൻ ഈ കാര്യമൊക്കെ വെളിപ്പെടുത്തേണ്ടി വരുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു വെക്കുന്നു. നിലവിൽ എന്തായാലും ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിൽ ഈ ചട്ടലംഘനത്തിൽ ഈ പറയുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയ ഉദ്യോഗസ്ഥരെതിരെ നടപടിയെടുക്കുമോ അതോ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഈ വിഷയത്തെ എന്തായാലും കോൺഗ്രസ് അടക്കം രാഷ്ട്രീയമായി തന്നെ ഉപയോഗിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് പറഞ്ഞതുപോലെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്തായാലും ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഒരു പ്രത്യേക സമിതിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. 4-അംഗ സമിതിയാണ്. പക്ഷെ ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും ദിവിഷ് ഇങ്ങനെ അന്വേഷിക്കും, പരിശോധിക്കുമെന്ന് കേൾക്കാറുണ്ട്. ഒരുപക്ഷെ പരിശോധിക്കുന്നുമുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു, അതിൽ എന്ത് മാറ്റം വന്നുവെന്ന് പൊതുജനങ്ങൾ പൊതുവെ അറിയാറില്ല. ഇത്തവണയെങ്കിലും അതിലൊരു മാറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.